പ്രതാപൻ കൃത്യമായി പറഞ്ഞ ഒരു ബൂത്തിൽ 25 വോട്ട് വീതം ഏതാണ്ട് 37,000-ലധികം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് CPIM മറിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിരുന്നു. ഇത് തന്നെ പ്രത്യക്ഷത്തിലുള്ള തോൽവി സമ്മതമായിരുന്നു. തൃശൂർ പോലൊരു മണ്ഡലത്തിൽ CPIMകാരുടെ 37,000 വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയാൽ ജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുക, കാരണം അത് രാഹുൽ ഗാന്ധി തരംഗത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തോറ്റത് നേരിയ വോട്ടുകൾക്കാണ് 3-ാം സ്ഥാനത്താണെങ്കിലും സുരേഷ് ഗോപിക്ക് അത്രയും വലിയ മുൻതൂക്കം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവിടെ ചൂടേറിയ മത്സരം നടക്കുമ്പോൾ 37,000 വോട്ട് LDFന്റേത് BJPക്ക് പോയാൽ 37,000 വോട്ട് കുറയുകയാണ് LDFന്, 37,000 വോട്ട് കൂടുകയാണ് BJPക്ക്. സ്വാഭാവികമായും സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാണ്. അന്ന് TN പ്രതാപൻ പറഞ്ഞ അതേ കാര്യങ്ങൾ മുരളീധരൻ കൂടി ആവർത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ വിലയിരുത്തലിൽ സുരേഷ് ഗോപിയുടെ ജയം ഉറപ്പാണെന്നാണ്. സുരേഷ് ഗോപി ജയിക്കുമോ തോൽക്കുമോ എന്ന തർക്കം നിലനിൽക്കുമ്പോൾ ജയിക്കുമെന്ന് കോൺഗ്രസുകാർ പോലും വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവായി മാറുന്നു മുരളീധരന്റെ വൈകി വന്ന ഈ വെളിപ്പെടുത്തൽ.